ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2085. ഇന്ന് സെപ്റ്റംബർ മാസം 15-ാം തീയതി. ഈ ആണ്ടിലെ 258-ാമത്തെ ദിവസത്തിലെത്തി. ദൈവം നമ്മൾ ഓരോരുത്തരെ എന്തുമാത്രം കരുതുന്നുണ്ടെന്നറിയാം. അതാകപ്പാടെ അറിയാത്തത് നമ്മൾ മാത്രമാണ്, ഞാൻ മാത്രമാണ്. കുറെ കൂടി ദൈവത്തെ അറിയാനും ദൈവത്തിന്റെ കാവലും കരുതലും തിരിച്ചറിയാനും സാധിക്കേണ്ടതാണ്. ആവർത്തന പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തില് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതൊരു ആവർത്തനമാണ് എന്നുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നുപോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു അപ്പൻ മകനെ വഹിച്ചിരിക്കുന്നത് പോലെ വഹിച്ചത് നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് കണ്ടതല്ലേ? അപ്പൻ മകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും തോളത്തെടുക്കുന്നതും പോലെ ദൈവത്തിന്റെ ഒരു കരുതലും കാവലും സ്നേഹവും അനുഭാവവും നമ്മൾ ഓരോരുത്തരുടെയും ഒപ്പം സദാസമയമുണ്ട്. ഏതാണ്ട് പകൽ മേഘമായും രാത്രി അഗ്നിത്തൂണായും. അത് തിരിച്ചറിയാനാണ് നമ്മൾ ഇനി പരിശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അതിനുവേണ്ടി ഒന്ന് പാകപ്പെടേണ്ടതും. 1939 മേരി സ്റ്റീവൻസൺ എഴുതിയ ഒരു പ്രാർത്ഥനയില്ലേ, ഒരു ഗീതമില്ലേ, മണലിലെ കാൽപ്പാടുകൾ എന്ന പ്രശസ്ത ഗീതം. ദൈവം ഒരു കടൽ തീരത്തുകൂടി നടക്കുന്നതിന്റെ കാൽപ്പാടുകൾ കാണിച്ചു കൊടുക്കുന്നതായാണ് തുടക്കം. ജീവിതത്തിലുടനീളം തന്റെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ കാൽപ്പാടുകൾ മണലിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും ദുർഘടസന്ധികളിലും ഒരു കാൽപ്പാട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, എന്റെ സങ്കടങ്ങളിൽ എന്നെ നീ കൈവിട്ടതുണ്ട്, എന്നെ നീ ഒറ്റക്കാക്കി നീ എങ്ങോട്ടാ പോയത്? അപ്പോൾ ദൈവത്തിന്റെ മറുപടിയാണ്, അപ്പോൾ ആ സങ്കടത്തിന്റെ നേരങ്ങളിൽ നീ കാണുന്ന കാൽപ്പാടുകൾ നിന്റേതല്ലല്ലോ, എന്റേതാണ്. നിന്റെ സങ്കടങ്ങളിൽ ഞാൻ നിന്നെ എന്റെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു. ഈ ഒരു ദൈവത്തെയാണ് നമ്മൾ കുറെ കൂടി തിരിച്ചറിവോടുകൂടി ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതാണ്. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. എഫ്രൈമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എന്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിയുന്നില്ല. ഹോശേയ പ്രവാചകന്റേതാണ് 11-ാം അധ്യായത്തിൽ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറെ കൂടി നമുക്ക് പ്രാർത്ഥനയോടും ജാഗ്രതയോടും ധ്യാനത്തോടും കൂടി തിരിച്ചറിയാം. ആമേൻ.